ഹായ്, എന്നോട് കുറച്ച് പേർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അരുണിമ എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുന്നത്? കാരണം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടും കറക്റ്റായിട്ട് നമുക്കെന്താ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്നാണ്. ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അരുണിമ ടെക്കിന്ന് പേരടിച്ചിട്ട് എന്താ പറയുക സെർച്ച് ചെയ്യുക. എന്നിട്ട് പിന്നെ അപ്പോൾ ഈ ഷോർട്സ് ആയിരിക്കും കാണിക്കുക, സബ്സ്ക്രൈബ് ബട്ടണൊന്നും കാണിക്കത്തില്ല. അപ്പോൾ കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ കാണിക്കാം. അപ്പോൾ വ്യൂ പ്രൊഫൈൽ കൊടുത്തതിന് ശേഷം പ്രൊഫൈലിൽ കയറുക. ഇതിപ്പോൾ എൻ്റെ ഓൾറെഡി വേറൊരു ചാനലിൽ നിന്ന് ഇത് സബ്സ്ക്രൈബ്ഡ് ആണ് എൻ്റെ ചാനൽ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് കാണുന്നുണ്ടല്ലോ, അരുണിമ ടെക്കിന്ന് പേര് ചെയ്തതിൻ്റെ താഴെ ബ്ലാക്ക് ബോക്സ് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ താഴെ നമ്മളെ വീഡിയോസ്, പോസ്റ്റ്, ലൈവ്, ഷോർട്സ് എല്ലാം കാണിക്കും. ഓക്കെ, ഓരോന്നായിട്ട് നിങ്ങൾക്ക് എടുക്കാം. വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പോസ്റ്റ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ കാണാം. അപ്പം നമ്മൾ ഇതൊന്നല്ല ശ്രദ്ധിക്കേണ്ടത്. അരുണിമ ടെക്കിന്ന് ഇതിന് താഴെ സബ്സ്ക്രൈബ് എന്ന് കണ്ടെടുത്തിൽ ആ സബ്സ്ക്രൈബ് അമർത്തുക. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരു ബെല്ലടിയുന്നത് കാണുന്നില്ലേ, ബെല്ലിൻ്റെ ചിഹ്നം കാണുന്നില്ലേ? ആ ബെല്ലിൻ്റെ ചിഹ്നം ഞെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൾ, പേഴ്സണലൈസ്ഡ്, നോൺ, അൺസബ്സ്ക്രൈബ് ഇങ്ങനെയൊക്കെ കാണിക്കും. അതിൽ നിങ്ങൾ ഓൾ വേണം എടുക്കാൻ. ആദ്യത്തെ ഓപ്ഷൻ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈവിൻ്റെയും വീഡിയോസിൻ്റെ, ഷോർട്സിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടൂ. അല്ലെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല. പലരും കംപ്ലയിൻറ്റ് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ ഓൾ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, ഉറപ്പാണ്. ഇത് യൂട്യൂബിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. ഓക്കെ, നമ്മളെ കയ്യിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കല്ലോ അല്ലേ.